ഭഗവാൻ ഗണപതിക്ക് വക്രതുണ്ടൻ എന്ന പേര് വന്ന കഥയറിയുമോ? ഗണപതിയുടെ അനവധി പേരുകളിൽ ഒന്നാണ് വക്രതുണ്ടൻ. വക്രതുണ്ടൻ എന്നു പറഞ്ഞാൽ വളഞ്ഞ തുമ്പിക്കൈയുള്ളവൻ എന്നാണ് അർത്ഥം. ഗണപതിയുടെ വിവിധ രൂപങ്ങളിൽ വളഞ്ഞ തുമ്പിക്കൈ ഏറെ പ്രത്യേകത നിറഞ്ഞതാണ്. ഗണപതി തടസ്സങ്ങളെ നീക്കുന്നവനും പുതിയ തുടക്കങ്ങളുടെ ദൈവവും ആണെന്ന് എല്ലാവർക്കും അറിയാം. വക്രതുണ്ടന്റെ വളഞ്ഞ തുമ്പിക്കൈ ജീവിതത്തിലെ വഴിത്തടങ്ങൾ കടന്നു പോകാനുള്ള സൗമ്യത, വഴക്കവും അനുസരണാശക്തിയും പ്രതീകീകരിക്കുന്നു. ഒരു നദി പാറകളെ വെട്ടിപ്പോയി ഒഴുകുന്നതുപോലെ ഗണപതിയുടെ വളഞ്ഞ തുമ്പിക്കൈയും ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളും ഭേദിച്ച് മുന്നോട്ടു പോകാനുള്ള ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. വക്രതുണ്ടന്റെ രൂപം മാറ്റത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പ്രതീകമാണ്. ഗണപതി തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റി ഭക്തർക്കു കരുണയോടെ അനുഗ്രഹം നൽകുന്നു. മത്സരാസുരന്റെ കഥ. ഒരു ദിവസം മത്സരാസുരൻ ശുക്രാചാര്യനോട് ചോദിച്ചു, ഗുരുവേ, എനിക്ക് ലോകങ്ങളെ എങ്ങനെ ഭരിക്കാം എന്ന് പറഞ്ഞു തരാമോ? ശുക്രാചാര്യൻ പറഞ്ഞു, നീ മഹാദേവനെ സന്തോഷിപ്പിക്കുന്നതിനായി വർഷങ്ങളോളം തപസ് ചെയ്യണം. ഓം നമോ ശിവായ എന്ന് ജപിക്കണം. മത്സരൻ ഒരുകാലിൽ നിന്നുകൊണ്ട് വർഷങ്ങളോളം ഓം നമ ശിവായ ജപിച്ചു. സന്തുഷ്ടനായ ശിവൻ മനുഷ്യനും ദേവനും അസുരനും ഒരാളും തനിക്ക് മരണം വരുത്താൻ കഴിയാത്ത വിധം ഒരു വരം നൽകി. വരത്തിന്റെ ശക്തിയിൽ മത്സരൻ 3 ലോകങ്ങളും ദൈവലോകം, ഭൂലോകം, പാതാളം കീഴടക്കി. അവൻ എല്ലാവരെയും പീഡിപ്പിച്ചു. ഒടുവിൽ കൈലാസവും, അതായത് ശിവന്റെ വാസസ്ഥലവും കീഴടക്കി. ദേവന്മാർ ഏറെ വിഷമിച്ചു. അവർക്കു അറിവായി മത്സരനെ ജയിക്കാനുള്ള ഏക ശക്തി ഗണപതിയുടെ വക്രതുണ്ടൻ രൂപം മാത്രമാണെന്ന്. അപ്പോൾ ഗണപതി വക്രതുണ്ടൻ രൂപം സ്വീകരിച്ചു. തന്റെ വളഞ്ഞ തുമ്പിക്കൈ പോലെ തോന്നുന്ന ആയുധം ഉപയോഗിച്ച് മത്സരനെ കുടുക്കി. കുടുങ്ങിയ മത്സരൻ ഭീതിയിൽ വക്രതുണ്ടനോട് പ്രാർത്ഥിച്ചു, കൃപയുണ്ടാകണമേ, എന്നെ ക്ഷമിക്കണം. വക്രതുണ്ടൻ പറഞ്ഞു, ഞാൻ നിന്നെ ക്ഷമിക്കും, പക്ഷേ നീ സ്വർഗവും ഭൂലോകവും തിരികെ നൽകാനും ഇനി ഒരിക്കലും ആരെയും പീഡിപ്പിക്കാതിരിക്കാനും വാഗ്ദാനം ചെയ്യണം. മത്സരൻ അതിന് സമ്മതിച്ചു. വാഗ്ദാനം ചെയ്തതോടെ വക്രതുണ്ടൻ അവനെ മോചിപ്പിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഗണപതിയുടെ അനുഗ്രഹം ലഭിച്ചാൽ വലിയ തടസ്സങ്ങളും മാറിപ്പോകും എന്നതാണ്.